ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൊളോൺ ക്രിസ്മസ് മാർക്കറ്റാണ്. കൊളോൺ ക്രിസ്മസ് മാർക്കറ്റ് യൂറോപ്പിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റാണ്. ഇത് കൊളോൺ കത്തീഡ്രലാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കൊളോൺ ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത്. യൂറോപ്പിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും കൊളോൺ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരാണ് എല്ലാ വർഷവും വരുന്നത്. നവംബർ 15 തൊട്ട് ഡിസംബർ 24 വരെയാണ് കൊളോൺ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം ഈ വർഷം എന്തൊക്കെ സ്റ്റോൾസ് ആണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഈ ഒരു കുക്കീസും കേക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഷേപ്സ് ഒക്കെയാണ്. പിന്നീടുള്ള സ്റ്റോളിൽ നമ്മൾ കുറേ ടോയ്സും കീ ചെയിൻസും കാര്യങ്ങളും ഒക്കെ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് മഫ്ലർ, ഷോൾ, ഹാറ്റ്, ക്യാപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എക്സ്പെഷ്യലി വിൻ്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വൂളായിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. കുറേ ടോയ്സ് ഉണ്ടായിരുന്നു ഷീപ്പിൻ്റെയൊക്കെ. അത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സിൻ്റെ പല പല സിനമൺ ചോക്ലേറ്റ് അങ്ങനെ പല പല സ്പൈസസ് വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടായിരുന്നു ഇവിടെ. ആൻഡ് നമ്മൾ അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളൊന്നും മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടത് ഈ ഒരു ബ്രഷിൻ്റെ ഷോപ്പാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഈ ഒരു ഫ്രൂട്ട് ചോക്ലേറ്റ് സ്റ്റിക്സ് ആയിരുന്നു കേട്ടോ. കാരണം ഇത് ഓരോ ഫ്രൂട്ട്സിൽ ചോക്ലേറ്റ് ജസ്റ്റ് ഡിപ്പ് ചെയ്താണ് ഇവിടെ വച്ചേക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു അത്. ആൻഡ് ഇതിന് മേളിൽ വച്ചേക്കുന്നത് കാരമലൈസ്ഡ് ആപ്പിളാണ്. ഭയങ്കര ഡിമാൻഡിങ് സംഭവമാണ്. നമ്മൾ അത് ട്രൈ ചെയ്തില്ല. നമ്മൾ താഴെ നിന്ന് ഒരു സ്റ്റിക്ക് ചൂസ് ചെയ്തു. നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് പൈനാപ്പിൾ ചോക്ലേറ്റ് സ്റ്റിക്കായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതാണ് കൊളോണിലെ ക്രിസ്മസ് മാർക്കറ്റിലെ തിരക്ക്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. മീനാക്ഷിയെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ ഒരുപാട് ചീസിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു. ഫ്രഷ് ചീസ് ഇങ്ങനെ അവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പേര് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ടോയ് ഷോപ്പ് കണ്ടു. അത് കണ്ടോടുകൂടി മീനാക്ഷി പിന്നെ അവിടെ നിന്ന് അനങ്ങുന്നില്ലായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ടോയ് ഒക്കെ മേടിച്ചു. പിന്നെ കണ്ടത് ഈ ഒരു ക്രിസ്മസ് ഡെക്കറാണ് കേട്ടോ. ഈ ക്രിസ്മസ് ട്രീലൊക്കെ അറേഞ്ച് ചെയ്യുന്നതും പിന്നെ ഷോ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഡെക്കേഴ്സ് ഉണ്ടായിരുന്നു. ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു വേറൊരു സ്റ്റോളിൽ. ഇഷ്ടംപോലെ ഹാങ്ങിങ്സ്, വൈറ്റ് ആൻഡ് റെഡ് എല്ലാം കൂടെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിച്ചത് കാരമലൈസ്ഡ് നട്ട്സാണ്. ഭയങ്കര സംഭവമാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഡ്രൈ നട്ട്സിനെ കാരമലൈസ് ചെയ്തിട്ട് അവരിങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ വിൽക്കുന്ന പോലെ വിൽക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഈ പ്ലേറ്റ്സ് ഒക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. അവിടെ കുറേ നേരം അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കി. ഒരു സ്റ്റാർ കണ്ടപ്പോൾ മീനാക്ഷി അതിൻ്റെ പിറകെ പോയി. തൊട്ടടുത്ത് തന്നെ സ്റ്റാർസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ശരിക്കും അത് കണ്ടപ്പം കുഞ്ഞിലെയൊക്കെ സ്റ്റാർ വീട്ടിൽ തൂക്കിയിടുന്നതൊക്കെ ഓർമ്മ വന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ.